പോയിട്ടില്ല. ഹലോ ഗായ്സ്, പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇവിടെ അല്ലേ ഭയങ്കര പണിയാണ്. എന്താ പണിന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഒരു കൊല്ലം മുന്നേ ഞമ്മള് പറഞ്ഞ് ഇവിടെ നന്നാക്ക ഇവിടെ എന്താ ഞാൻ ചെരുപ്പം ഇവിടെ നന്നാക്ക. ഇപ്പൊ ഞമ്മള് നന്നാക്കിയപ്പോൾ ഇറങ്ങിക്കാണ്. ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയാം ഇതിങ്ങനെ ആക്കാൻ. എത്രമാതിരി കഷ്ടപ്പെട്ടത് ഒരു ഇത് നോക്കിയനി. ഇതിങ്ങനൊക്കെ ഞാൻ ഇങ്ങനൊക്കെ കഷ്ടപ്പെട്ട് ഇത്ര വൃത്തിയാക്കി. എത്രമാതിരി വൃത്തി നോക്കിയനി. ഇവിടുത്തെ പുല്ല് ഇങ്ങനെ കൊത്തിച്ചെത്തി ഇതേമാതിരി ആക്കി. ഇപ്പൊ ഓല് ഞാനിപ്പോ അവിടെ കിടന്നവര് ഓർക്ക് ബാക്കി വന്നിട്ട് ഇവരിപ്പൊ ഇവിടെ നന്നാക്കാണ്. ഇവിടെ അവിടെ നിക്ക്. അല്ല ഇല്ലത് പറയാം. നമ്മളവിടെ നന്നാക്കിയപ്പോ രണ്ടാളും കൂടി ഇവിടെ നന്നാക്കാണ്. ഞാൻ എന്തേ പറയും ചേച്ചിട്ട് കണ്ടില്ല. ഇവിടുത്തെ പുല്ലൊക്കെ പറക്കിയിരിക്കണ്ട. ഞാൻ ഇന്നലെ കഷ്ടപ്പെട്ടിങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് നിങ്ങൾ ഗസ് ചെയ്യണം. ഇതാക്കി വരി. ഇന്നലെ നമ്മള് ഒറ്റക്ക് ഇവിടെ കഷ്ടപ്പെട്ടു. ഇവിടെ നമ്മള് ഒറ്റക്ക് കഷ്ടപ്പെട്ടു. ഇന്നലെ ഇത് നോക്കിയത് ഇതിന്റെ ഉള്ളിൽ നിങ്ങളൊന്ന് ഇതൊന്ന് അഭിപ്രായം പറഞ്ഞാണ്. ഈ ബല് നന്നാക്കിയാൽ ഇതിങ്ങനെ വൃത്തിയാവോ ഇല്ലേ? കണ്ട ഇതിന്റെ ഉള്ളിൽ ഇവര് വൃത്തിയാക്കിയാലാവോ ഇല്ലേ? നിങ്ങളോട് ഞമ്മള് എടുക്കുന്നത് വീഡിയോ എടുക്കാൻ ഇവരോട് ഞാൻ പറഞ്ഞ് ഇവിടെ ഞാൻ ഒറ്റക്ക് പണിയെടുക്കും വീഡിയോ എടുത്തോളി എന്ന് പറഞ്ഞപ്പോ ബല എന്താ നിങ്ങള് പണിയെടുക്കുന്നത് കാണാനല്ലേ എല്ലാരും. ഇപ്പം എന്തായി, ഞാൻ ആ പണി എടുത്തപ്പോ ഇവര് ഇതാ ഇവിടെ ഭയങ്കര പണി. ഞാനിത് എടുക്കട്ടെ ഇത് ചെയ്യട്ടെ നിക്കണി. അപ്പൊ ഇവരില്ലേ ഇതാ ഇവിടൊക്കെ പുല്ല്. ഇന്ന് നേരം വെളുക്കുമ്പോ ഇവിടൊക്കെ പുല്ലുണ്ടിനി. സത്യായിട്ട് ഇവിടെ വണ്ടി ആകുമ്പോ പുല്ലുണ്ടിനി. ഇതാ ഇവിടെതാ കടാ ഇവിടൊക്കെ പുല്ലുണ്ട്. ഈ പുല്ലൊക്കെ ഇവിടുന്ന് പറിച്ച് ഞാനിതാ വണ്ടി മീനിട്ട് വന്നപ്പോ വണ്ടി കേൾക്കുമ്പോ ഇവിടെ പുല്ലുണ്ട്. ഞാൻ ആ പണി എടുത്ത് ഇവിടെ വെച്ച് ആ പണി എടുത്ത് അവിടെ മിമ്മനായിട്ട് ഞാൻ എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് അവിടെ കൊണ്ട് മിമ്മനാക്കി. എന്നിട്ട് ഇവര് പറഞ്ഞിട്ടെ ഇപ്പൊ ഇവിടെ ഞാൻ ചൂടാവൂന്ന് കണ്ടപ്പോ ഒരാൾ കണ്ടില്ലേ. ഇതിന്റെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞാൽ മതി. വീഡിയോസ് കാണുന്ന നമ്മള് ഫോളോവേഴ്സിന് നിങ്ങൾക്ക് പറയാം, അഭിപ്രായം പറയാം. ഇത് ഇവര് നന്നാക്കിയാൽ ഇതിങ്ങനെ ആവുമോ? നിങ്ങൾ നന്നാക്കി ഇതിങ്ങനെ ആവുമോ? നോക്കി ഇപ്പച്ചി പറയണ ഇപ്പച്ചി നന്നാക്കിയെന്ന്. ഇമ്മച്ചി സാധനം ഇമ്മച്ചി ശൈലി പറയണേ ഇമ്മച്ചി നന്നാക്കിയ. ആര് നന്നാക്കിയാൽ ഇതിങ്ങനെ വൃത്തിയാവും? നിങ്ങൾ ഇതിൽ കമന്റ് ഇട്ടോളി. നമ്മൾ ആര് നന്നാക്കിയാലും ഇവര് ഇങ്ങോട്ട് വന്നുകൊണ്ട് ഇവിടെ വരും. നമ്മള് പറഞ്ഞപ്പോൾ വലിയ കാര്യം പോലെ നോക്കി. നമ്മള് ഇനി ഒന്നും കൂടി പറയാം. ഞാൻ അതിന്റെ ഉള്ളില് പണിയെടുക്കുമ്പോ ഇങ്ങനത്തെ കയ്യോറയും കൂടി ഇട്ടില്ല. ഇവര് കയ്യോറൊക്കെ ഇട്ടിക്കണ്. ഇവര് ആരാണ് ഓപ്പോസിറ്റ് തിയേറ്ററിൽ പണിയെടുക്കാണല്ലോ. ഇതൊക്കെ ഇട്ടും കൊണ്ടാണ് പണിയെടുക്കുക. ഞമ്മക്ക് ഒരു പ്രശ്നവും. നമ്മള് മാറി അതിന്റെ ഉള്ളിൽ കച്ചറൊക്കെ വാരി വൃത്തിയാക്കി. നമ്മളതൊക്കെ വാരി വൃത്തിയാക്കി. ഇപ്പൊ ഇവന് ഇവിടെ വന്നുകൊണ്ട് ഇതാ ഇവിടെ ഞാനിത് പറക്കിനെ കാണാൻ വേണ്ടി നിൽക്കണേ. എന്നിട്ട് ഒരു പറച്ച് ഇപ്പൊ ഇവിടെ വലിയ കാര്യം പോലെ. ഇന്നെ സത്യം പറ ഞാൻ അവിടെ വാർത്ത കേട്ടുകൂടി. അപ്പൊ സാലു അന്നും കൂടി എന്നെ വിളിച്ചപ്പോഴാണ് സംഭവം. പറക്കി നോക്ക് കടാ. ഇങ്ങനല്ല എല്ലാ കാര്യം നിങ്ങള് വീഡിയോ കണ്ടിട്ട് നിങ്ങളെ കമന്റിൽ പറഞ്ഞോളി അതാര് നന്നാക്കിയാലും അത്ര വൃത്തിയാന്നുള്ളത്. ഇവനിപ്പോ ഓരോ പുല്ല് ഇത് നോക്കി ഓരോ പുല്ല് നോക്കി പെറുക്കി എടുക്കാണ്. നമ്മക്ക് ഊരവേദന ഒന്നുമില്ല. ഓരോരുത്തരും കസാലപ്പിലൊക്കെ ഇരിക്കുക. സ്റ്റൂളൊക്കെ കൊണ്ടിരുന്നിട്ടേക്കര്.
എങ്ങനെയുണ്ട് ഏത് നമ്മക്ക് അങ്ങനൊന്നും ഇല്ലല്ലോ അതിന്റെ ഉള്ളിൽ എന്തേലും സ്ഥിതി പക്ഷെ എന്റെ അടുത്ത് പെച്ചു കേട്ടോ ഞാൻ അതിന്റെ ഉള്ളിലത്തെ കച്ചറൊന്നും ആദ്യം വീടെടുത്തില്ല ഇപ്പൊ അത് എന്റെ അടുത്ത് വിട്ടുപോയി നെയ്യ് പറയും ഇത് നോക്കിയനി ഇപ്പൊ ഇവിടെ ഓരോരോ പുല്ലുണ്ട് ഇന്റെ പാർട്ടി ജയിച്ചെടുക്കാണ് ഇന്റെ പാർട്ടി ഓൾറെഡി ജയിച്ചെടുക്കാണ് ഏതായാലും ഇത് കണ്ട ഇപ്പൊ കഷ്ടപ്പെട്ട് പറിക്കാണ് ഞമ്മള് പറിച്ച് വൃത്തിയാക്കിയപ്പോ ഓർക്കര പറയുമ്പോ അമ്മമ്മ ഓർക്കര പറയും കൈകൊണ്ട് വെയ്യ ഓല കറിയാൻ അപ്പൊ ആ ഓലൊന്ന് വെട്ടി തന്നാൽ ഇങ്ങോട്ട് മാറ്റാം അവിടെ നന്നാക്കാന്നുള്ള മൈൻഡ് ഞങ്ങൾ അതുവരെയൊക്കെ വെട്ടി തന്നു. ഹലോ ഗായ്സ്, അതിനുള്ള മറുപടി ഞാൻ ഇപ്പൊ തരാം. ഞാൻ പുലച്ചക്ക് 4 മണിക്ക് പണിക്ക് പോയി വന്ന് ഉച്ചക്ക് ഇവിടെ വന്ന് ചായ കുടിച്ചിങ്ങനെ ഇരിക്കുമ്പോ അന്നേരം വന്നുകൊണ്ട് പറയും ഈ ഓലൊന്ന് വെട്ടിത്തരുമെന്ന് വെച്ചാൽ ആർക്കാണ് അതിന് പുല്ല് പറിച്ചു തരാൻ അന്നേരം പറഞ്ഞില്ല. ഇന്നാണ് എന്നോട് പറഞ്ഞ ഓല കറിയുന്ന കാര്യം. ഇന്നലെ ഞാൻ എന്താണ് വെള്ളിയാഴ്ച ഓർക്കും പോയിട്ടില്ല. ഇന്നലെ വെള്ളിയാഴ്ച പുല്ല് പറിക്കാൻ നിന്ന് വൃത്തിയാക്കി കുമാരിന്റെ ദിവസം നിങ്ങൾ എന്താ വിചാരിച്ചേ? നിങ്ങൾ നന്നാക്കി നന്നാവില്ല. പിന്നെ ഞാന് ഈ ഓലന്റെ കഥ പറഞ്ഞുതരാം. ഈ ഓല അവിടെ നിന്നോട്ടെ, ഒരു പെരിയില് പെണ്ണുങ്ങൾക്ക് ഒരു ലേസം റെസ്റ്റ് കിട്ടിക്കോട്ടെന്ന് നമ്മള് പറഞ്ഞതാ. സ്വതന്ത്രം കൂടുതൽ ഇവർക്ക് കൊടുത്തപ്പോ ഇവർക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഇതിങ്ങനെ ചെയ്തു കൊടുക്കണം. അതിനെക്കാട്ടും നല്ല എന്താ നോക്കണ്ടില്ലേ? ഇവര് വലിയ ബെലറ്റ് എടുക്കാ. നമ്മളവിടെ എന്തുപോലെ വൃത്തിയായി ഇങ്ങോട്ട് ബല് പേരെടുക്കത്. ഇപ്പൊ ഇവിടെ ഇരുന്ന് കസാല ഇരുന്ന് കൊണ്ട് അയൽവാസികളോടൊക്കെ ചോദിച്ചാൽ അറിയാം. ആരും പറയില്ല ഞങ്ങളെ ഭാഗം, ഞാൻ തന്നെ നന്നാക്കി. നമ്മള് പുല്ലരിക്കുമ്പോ കൈമിൽ ഉറയില്ല, തലയില് തട്ട ഒന്നും ഇട്ടിട്ടില്ല. കവറ് കീറി നമ്മക്കാവുന്നില്ല. നമ്മള് പറിച്ചിട്ടല്ലോ. നമ്മൾ എടുത്ത പണിക്ക് ചെയ്താക്കരുത് അല്ലേ? നോക്ക് ആരെങ്കിലും അടക്കി എന്തെങ്കിലും ആ ഒരു കാര്യം പറയാ. നിങ്ങള് നന്നാക്കിയ തെളിവുകൊണ്ടിരി. നിങ്ങള് നന്നാക്കിയ തെളിവുകൊണ്ടിരി. ഞാൻ ഉണ്ടാക്കിയ തെളിവ് ഞാൻ കാണിക്കാ. ഞാൻ നന്നാക്കിയ തെളിവ് ഞാൻ കാണിക്കാ. നിങ്ങളെ അങ്ങനെ കണ്ടപ്പോ എല്ലാരും കണ്ടിട്ടല്ലോ. ഞാൻ പറിച്ചു വലിച്ചു പറഞ്ഞ പുല്ലിട്ട സ്ഥലം കാണിത്തരാം. ആര് നിങ്ങൾ ഒരാൾ തെളിവ് കാണിക്കി. ഞാൻ ഒരാളെ കണ്ടല്ല പറിച്ചത്. ഞാൻ ഇന്റെ കള്ളം പറഞ്ഞ കണ്ണ് ചിമ്മു. എന്റെ പേരിന്റെ പരിസരം വൃത്തിയാകണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് ഞാൻ ഇന്നലെ എത്ര വിളിച്ചിങ്ങളെ അല്ലേ? നിങ്ങൾ വന്നോ? അതൊന്ന് തീർച്ചയാക്കി നമ്മള് മുറിച്ചു. നമ്മളെന്താ പറഞ്ഞില്ലേ? നമ്മള് എന്താ ചെയ്തു തരാത്തതാ പറഞ്ഞത്. അപ്പൊ പുല്ല് പറിച്ച് ഞാൻ സമ്മതിക്കുമല്ലോ. ആര് അതാണല്ലോ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ സമ്മതിക്കാത്ത ഇപ്പൊ അമ്മക്ക് സമ്മതിച്ചു കിട്ടിയാൽ മതിയല്ലോ. ഇപ്പൊ ഏത് ഞാൻ ഇന്നലെ എപ്പോഴാ നീക്കിനത്? ഞാൻ ഉറങ്ങിയിട്ടില്ലല്ലോ. പിന്നെ ഞാൻ വൈകുന്നേരം അങ്ങോട്ട് പോയിക്കിനി അങ്ങോട്ട് പോയിട്ടില്ല. നിങ്ങൾ ഇവിടെ നന്നാക്കിനി. ഞാൻ പുല്ല് കൂടെ പണിയാ. ഇപ്പൊ ഇവല് ഇരുന്നും കൊണ്ട് മറ്റേ ഇത് പറക്കിന് വലിയ സംഭവമായി പറയാം. ഞാൻ ഏത് അതിന്റെ ഉള്ളിൽ നിന്ന് കച്ചറ പറിച്ചുകൊണ്ട് ഇങ്ങനെ പുല്ല് പറിച്ച് പോയി വലിയ ബള ഒഴിവാക്കിയാളട്ടാ. ഇപ്പൊന്നും പറയാൻ കിട്ടില്ല. അല്ല നിങ്ങളെ നന്നാക്കി. ഇങ്ങോട്ട് ഇപ്പൊ പറയാണ് നമ്മൾ ഇങ്ങനെ ആക്കി അല്ലേ? രാവിലെ വന്നുങ്ങാണ്ട് ഇപ്പച്ചി എന്താ പറഞ്ഞേ? നന്നാക്കിയത്
രാവിലെ എന്തുകൊണ്ട് പറയാം ഞാനവിടെ നന്നാക്കിയത് പറയാം ഇപ്പൊ ഞാനാ നന്നാക്കിയത്. സാബിറ വെറുതെ അതൊന്നും പറയാൻ കേട്ടിട്ടാ വെറുതെ അത് പറയാൻ നമ്മൾ എടുക്കുന്ന പണി നമ്മൾ എടുത്തപ്പോ നിങ്ങൾ അങ്ങനെ പറഞ്ഞു അല്ലേ? നമ്മളെടുത്ത് ഇങ്ങനെ ആക്കിയപ്പോ വർത്താനം പറയാം. ചായല അത് കിട്ടാനും വേണ്ടിട്ടാണ് ഓല റെഡിയാക്കണത്, മനസ്സിലായില്ലേ? അത് ഞാൻ തന്നെ മോളെ, നിങ്ങൾ ഞാരോടും ഇതില് വരുന്ന കമന്റ് നിങ്ങൾ നോക്കിയാൽ മതി. അതാ വീട് പൊട്ടി പൊട്ടി ആ കസാര പൊട്ടിച്ചോള്. ഷായില ആ ക്രെഡിറ്റ് കിട്ടാനും വേണ്ടിട്ടാണ് ഇപ്പൊ ഈ ഓല മുറിക്കല്. ആരെങ്കിലും ഓരോ മുറിക്കലുണ്ട്. അതിപ്പോ കൊടുത്തേക്കട്. സമ്മതിച്ചത് നമ്മളാണ്. നിങ്ങള് സമ്മതിച്ചാ? ഇത് ഈ പുല്ല് മാറ്റണ ആൾക്കാര് മനസ്സിലാക്കാലോ ഓരാണ് ചെയ്തതെന്ന്. ഇപ്പാ ഇതും പറക്കിന ഓരാണെങ്കിൽ അത് ചെയ്ത ഓരാണെന്നും മനസ്സിലാക്കാലോ. ഓല ഇപ്പൊ ഞാന് എന്താ പറയിച്ചിട്ട് എടുത്തു വന്നതാ. ഇപ്പൊ ഇരുന്ന് നമ്മക്ക് അതൊന്നും അതിന്റെ കസാലിന്റെ ആവശ്യം കൂടി ഓളി ഇരുന്ന് പറക്കി കസാല ഇരുന്ന് കൊണ്ട് പിന്നെ കുതിര ഉണ്ടായി മയ. ആ 12 മിനിറ്റായി. അതല്ല ഇതുവരെ സമയം ഉണ്ട്. നിങ്ങൾക്ക് അന്നേരം ഒന്നും നീച്ചില്ല. അപ്പൊ ഞാൻ എടുക്കുന്നോട്ട് നീച്ച് വന്നാൽ എന്താ പറയിച്ചിട്ട് പറക്കിയെടുക്കല്. ഒക്കെ പറ്റില്ലേ? ഒക്കെ പറ്റിയാണ് ചെയ്തത്. ഞാനാ ചെയ്തേ. ഞാനാണ് മൊത്തം ചെയ്തേ, നിങ്ങൾ ആരുമല്ല. ആ പുല്ലു ആ ചെടിയൊക്കെ കൊണ്ടുവന്ന ഞാനാ. എല്ലാന്നും വെച്ച് പറയട്ടെ, ആ ചെടി ഒരു 4 കൊല്ലം മുന്നേ ആ ചെടി മൊത്തം കൊണ്ടുവന്ന ഞാനാ. ആ ചെടിയാണ് ഇപ്പോഴും ഉള്ളത്. ഉമ്മ ആ ചെടി ആരാ കൊണ്ടുവന്നേ? ആ പറയ്. എന്തിനപ്പോ ഇടിച്ചപ്പോ ബാക്കി വെളിയിലിങ്ങനെ ഓല വെച്ചോണ്ട് വന്നിരിക്കുന്നു. ഈ ഓല ഇട്ട് എന്താ പണി? ആ തേങ്ങ കൂടി മുറിച്ചിക്ക്. അതും ആ മുറിച്ചൊന്നും ആ ക്രെഡിറ്റ് നിങ്ങൾ എടുത്തോളിപ്പാ. അപ്പച്ചി ക്ഷീണിച്ച് ചായല. എങ്ങനെ ഞാന് ഇതും കൂടി തൂണും കൂടി ഇല്ലാതെ അവിടെ ഇരുന്ന് പറിച്ചത്. എന്ത് നിലത്തിരിക്കാൻ എന്താ തൂണില്ലാതെ പുല്ല് പറിച്ചാ കിട്ടൂല. ആര് പറഞ്ഞ്? ഉടായിപ്പാണ് പുല്ല്. ഉടായിപ്പ് ഷായില, ഉടായിപ്പ് ഇബ്രാഹിം. അത് നിങ്ങൾ ചെയ്യാ. അത് നിങ്ങൾക്ക് ചെയ്യാം. 2 ഐസ്ക്രീം അല്ലേ മിൽക്ക് ഉണ്ടാക്കി കൊടുക്കി ഷായില. പിന്നെ ഞാൻ അത് മിൽക്ക് മെച്ചക്ക് ഐസ്ക്രീം ഞാൻ മേടിച്ചു തരുമ്പോ. ഞാൻ അക്കോലത്തിൽ ഇന്നലെ കഷ്ടപ്പെട്ടിട്ടുള്ള തണുത്താളം കൂടി കൊണ്ടു തന്നിട്ടില്ല. നമ്മളിന്നലെ അക്കോലത്തിൽ അവിടെ കഷ്ടപ്പെട്ടിട്ട് ഒരു തണുത്തളത്തിന് ജഗ്ഗും കൂടി കൊണ്ടു തന്നിട്ടില്ല. എന്നിട്ടാണ് അവർക്ക് ഐസ്ക്രീമിന്റെ കാര്യം അമ്മക്കൊക്കെ മേടിച്ചു തന്നാ പിന്നെയും വേണ്ടിട്ടേനി. ശൈല എന്തേലും പറയണ്ട ശൈലക്ക്. അപ്പൊ മനസ്സിലായില്ലേ? അതാണ് പറയുന്നത്. നമ്മൾ എടുത്ത പണി നമ്മൾ വൃത്തിയാക്കി. നിങ്ങൾ എടുക്കുന്ന പണി നിങ്ങൾ വൃത്തിയാക്കുക. പുല്ല് വർക്കിയാണ് ഇപ്പൊ കണ്ടില്ലേ? അതല്ല എല്ലാ പണികളും എടുത്ത് ആയിക്കോട്ടെ.
അല്ല ഈ പറഞ്ഞ എനിക്ക് കൈവേനാണെന്ന് അല്ല പിന്നെ എങ്ങനെ ഈ ഉല്ലടിക്ക അപ്പൊ ഞാനല്ലാതെ ഇജ്ജ പറിച്ചത് ഏത് കൈകൊണ്ട് ഈ ഒന്ന് പോയാ എന്റെ സാവിയെ പറിച്ചോലത്ത് മിമ്മനാക്കി തന്നപ്പോ ഈ ഡയലോഗ് അറിയാം ഇതിന്റെ സത്യാവസ്ഥ ഞങ്ങൾ അടുത്ത വീഡിയോയിലായിട്ട് പറയണത്. എന്ത് സത്യല്ല നിങ്ങള് പറയും ഇതിന്റെ സത്യാവസ്ഥ അടുത്ത വീഡിയോയില് കറക്റ്റ് തരണ്ട്. ഇതിന്റെ പുള്ളി ആരാ വീട്ടം നന്നാക്കിയത് എന്നുള്ളത് അടുത്ത വീഡിയോയില് തെളിവോട് കൊടുക്കട്ടെ സാർ. തെളിവെന്തല്ല ഒരു തെളിവില്ല ഞാനെടുത്ത തെളിവ് കുഞ്ഞാവുണ്ട്. ഞാൻ തെളിവ് അന്വേഷിച്ചിട്ട് കിട്ടണില്ല ഓൾക്ക് ഉമ്മക്കും കിട്ടണില്ല. ഇവിടുത്തെ അയൽവാസികളുണ്ട്. എന്തെങ്കിലും പറയുന്ന എങ്ങനെ അടുത്തുള്ളവർ എന്തുണ്ടെന്ന് അമ്മച്ചൊക്കെ പണിയെടുക്കണം നിങ്ങള്. ഇപ്പൊ വലിയ ഉടായ്പ വലിയ പറക്കിയാണ് ഞമ്മള് ഇത് നോക്കി വേണ്ട ഒരു മിനിറ്റ് പറഞ്ഞോളി. ഓക്കെ ഈ ഇവിടെ പുല്ല് പറിച്ചതും അവിടെ പുല്ല് പറിച്ചിട്ട് രണ്ട് നോക്കിയ നിങ്ങള് അല്ലേ അവിടെ ചെത്തി കൊത്തി കൈക്കോട്ടുകൊണ്ടൊക്കെ പണിയെടുത്ത് നല്ല വൃത്തിയാക്കി വെച്ച് അവിടെ ആ സൈഡില് ഇപ്പൊ ഇവിടെ ഇരുന്നോണ്ട് ഇതായി സ്റ്റൂളിലൊക്കെ ഇരുന്നുകൊണ്ട് കള്ളത്തരം പറയുമ്പോ ശൈല അതല്ല ഈ കള്ളത്തരം ഒരു ഉപ്പച്ചിന്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ ഒക്കെ നിങ്ങള് കണ്ണ് ഉമ്മച്ചിന്റെ മുഖത്തൊക്കെ പറയണേ അറിയേ ഉമ്മച്ചി ഒന്ന് തിരി അല്ല ആരാ പുല്ല് പറിച്ചത് കേട്ടില്ലേ എന്താ ഇതിന്റെ കൂടുതൽ തെളിവ് എന്താ വേണ്ടിയത് അവള് പറഞ്ഞു ഞാൻ ചെയ്തില്ല. ഓക്കെ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണതിന്റെ ബാക്കി എന്താന്നുള്ളത് നമ്മളുള്ളത് കാര്യം പറഞ്ഞ് ഇവല് വൃത്തിയാക്കിയത് നമ്മള് വൃത്തിയാക്കിയിട്ട് നോക്കിക്കോളി. പറയും വീഡിയോ ഇഷ്ടപ്പെട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പൊ അടുത്ത വീഡിയോയില് കാണാം. ഓക്കെ ബൈ.